ഈ ലെക്സാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായ ഒരു കാര്യമാണ് ആ പേരുണ്ടാക്കിയ സംഭവം എന്ന് പറഞ്ഞാൽ. നമ്മളൊരു ബിൽഡർ കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അതിനുശേഷം അടുത്ത കൺസേൺ ഒരു ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതാണല്ലോ. അപ്പോഴേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ ആൾക്കാർക്ക് നൽകാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ തന്നെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ ക്യാരക്ടർ ഫോർമേഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായ ഒരു കാര്യം ഒരിക്കലും ലക്ഷറി അനുഭവിക്കാനുള്ള അവസരങ്ങൾ അധികം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതൊക്കെ നമുക്ക് അന്യം നിന്ന സംഭവമാണ്, നമുക്കൊന്നും പറ്റിയ സംഭവമല്ല എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയൊരു മെസ്സേജ് ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു വഴിക്കൊക്കെ തന്നെ നാട്ടുകാരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോയ യാത്രയിലും അത് തന്നെയാണ് അനുഭവത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരു മാറ്റം എന്തുകൊണ്ട് വരുത്തി കൂടാ എന്നുള്ള ചിന്തയിലേക്ക് ബിൽഡർ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയം തന്നെ നമ്മൾ വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു ലക്ഷറി സ്മാർട്ട് ലിവിങ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള ലെവലിലേക്ക് ഒരു ഫൈനൽ സംഭവം വന്നു. അപ്പോൾ ലക്ഷറി സ്മാർട്ട് ലിവിങ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ലെക്സ്മാർട്ട്, അത് ലെക്സ്മാർട്ട് എന്നും വെച്ചു. ലെക്സ്മാർട്ട് കേൾക്കുമ്പോൾ ഒരു രസമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് പിന്നെ എന്ത് ചെയ്തെന്നറിയോ, ലക്ഷറി ആർട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് ലെക്സാർട്ട് എന്നുള്ളൊരു പേരിലേക്ക് ഞങ്ങൾ വരികയാണ് ചെയ്തിട്ടുള്ളത്. ആ പേരിലുണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നും എന്തുകൊണ്ട് വന്നെന്നും എന്താണ് ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്നുള്ളതൊക്കെ തന്നെ ഞങ്ങളുടെ സ്വപ്നമാണത്. നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളും പ്ലാനിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് എപ്പോഴും കേൾക്കുമ്പോൾ ആ എവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും അവിടുന്ന് വീണ്ടും വീണ്ടും ലെക്സാർട്ട് അല്ലേ എന്നുള്ള ചോദ്യം കേൾക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ചിന്തിക്കും പണ്ട് എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത്. അതിന് വളരെയധികം യൂസ്ഫുൾ ആവാൻ വേണ്ടി ഈ പേരിനെതിരെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടത്? ഞാൻ ആദ്യമായി ചെയ്യുന്ന ബിസിനസ് എന്നുള്ളതല്ല ലെക്സാർട്ട്, അറിയാതെ ചെയ്യാന്നൊക്കെ പറയില്ല. ഒരു ഹുണ്ടായിയുടെ ഒരു ഷോറൂമിൽ നിന്ന് സെയിൽസ്മാനായി തുടങ്ങിയതാണ്. പൂർണ്ണമായ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ ഒരു മെയിനായിട്ടുള്ള നെഗറ്റീവ് പോലെന്നോ എങ്ങനെയാണെങ്കിലും പറയാതെ. Luxart, a luxury smart living experience. Contact now.